ഫൺ ട്രാവൽ ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഒരു കാശ്മീർ യാത്രയുടെ വിശേഷങ്ങളാണ്. നമ്മളൊറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ മറ്റു ചില കൂട്ടുകാരും കൂടെയുണ്ട്. ഇതാണ് വസുദേവിൻ്റെ ചേച്ചി ഗൗരി, അമ്മ ലക്ഷ്മി, അതുപോലെ തന്നെ സുധീഷേട്ടൻ, ഭാര്യ മിനു, അവരുടെ കുട്ടികളായിട്ടുള്ള ദേവിക, മാളവിക. ഇങ്ങനെ നമ്മൾ 11ഓളം ആളുകളാണ് ഈ കാശ്മീർ യാത്രയുടെ വിശേഷങ്ങളിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കയറി കഴിഞ്ഞു. ബോർഡിങ്ങിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം വിമാനയാത്ര നടത്തുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്ത ആളുകൾക്കായിട്ട് നമുക്ക് പറയുകയാണ്. നമ്മൾ ബോർഡിങ്ങിനായിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം ഒരു വലിയൊരു പ്രശ്നമായി മാറാറുണ്ട് പലപ്പോഴും. കാരണം വളരെ കോസ്റ്റ്ലിയാണ്. എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിന് പോലും 175 രൂപയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നല്ല ഭക്ഷണം ലഭിക്കണമെങ്കിൽ എയർപോർട്ടിൽ ലോഞ്ചുകളുണ്ടായിരിക്കും. അവിടെ നമുക്ക് ആക്സസ് കിട്ടുമെങ്കിൽ ഏകദേശം 2000 റുപ്പീസൊക്കെ പെർ ഹെഡ് വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് കാർഡുകളോ ആക്സസ് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് 1 രൂപ മാത്രം ചിലവിൽ നമുക്ക് ലോഞ്ചിൽ കയറാനും അവിടെ ഫെസിലിറ്റീസും ഫുഡും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ബാങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന മാസ്റ്റർ കാർഡുകളാണ്. എനിക്ക് തോന്നുന്നു വിസ കാർഡുകൾ പല സ്ഥലത്തും നിഷേധിച്ച് കണ്ടു. അപ്പോൾ മാസ്റ്റർ കാർഡുകൾ പ്രത്യേകം പറഞ്ഞ് ചോദിച്ചു വാങ്ങുക. അപ്പോൾ അവ ക്വാർട്ടർലി തന്നെ 1-2 തവണ ഉപയോഗിക്കാവുന്ന മാസ്റ്റർ കാർഡുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലോഞ്ചിൽ 2 ദിവസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പെർ ഹെഡ് അനുസരിച്ചും വാങ്ങി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അധിക ചിലവില്ലാതെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏകദേശം ക്വാർട്ടർലി 5000 റുപ്പീസിൻ്റെ അടുത്ത് വെച്ച് ചിലവ് മീറ്റ് ചെയ്യേണ്ടത് ആവശ്യം വരും. അല്ലെങ്കിൽ അവർ ചാർജ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ മനസ്സിൽ കാണുക. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ യാത്രകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡിങ് ചെയ്തു കഴിഞ്ഞു. ഞാനൊഴികെ ബാക്കി എല്ലാവരും ആദ്യ വിമാനയാത്രയ്ക്കിടെ എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതാ വിമാനം പറന്ന് പൊങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ബാംഗ്ലൂർ സുന്ദരിയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോവുകയാണ്. താഴെ നോക്കിയാൽ കാണാം വളരെ മനോഹരിയായിട്ടുള്ള ബാംഗ്ലൂർ നഗരം. അതിൻ്റെ വർണ്ണശബളമായിരിക്കുന്ന ഹൈവേകൾ, ബഹുനില കെട്ടിടങ്ങളൊക്കെ നമ്മൾക്ക് വളരെ സുന്ദരമായ കാഴ്ചകളാണ്. ചെറിയ വിൻഡോയിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കൊതിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നത്. അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിനോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് ലക്നൗവിനെ ലക്ഷ്യമാക്കി നമ്മളിതാ പറക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഇങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് നമ്മൾക്ക് ലക്നൗ നഗരത്തിലെത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ബാംഗ്ലൂരിനോളം അത്രയും വലിയ ഒരു നഗരമല്ല ഈ ലക്നൗ എന്നുള്ളത്. അപ്പോൾ അധികം താമസിച്ചത് നമ്മൾ ആ ലക്നൗവിൻ്റെ കാഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്നൗ നഗരത്തിലെത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ലക്നൗവിൻ്റെ ആകാശ കാഴ്ചകളാണ്. ബാംഗ്ലൂരിനോളം അത്ര വലിയൊരു സിറ്റി അല്ല ലക്നൗ. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലൊക്കെ ആണ് എങ്കിൽ പോലും അത്ര വലിയൊരു നഗരമാണെന്ന് തോന്നുന്നില്ല. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല, എന്നാലും ആകാശ കാഴ്ചകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത്രയും വലിയ നഗരമല്ല. അപ്പം അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ ലക്നൗവിൻ്റെ ആകാശത്തിലൂടെ പറന്ന് ഇപ്പം ലക്നൗ എയർപോർട്ടിൽ നമ്മൾ പറന്നിറങ്ങും. അതുപോലെ തന്നെ ഈ കാശ്മീർ യാത്രയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജാക്കറ്റ് പോലുള്ള പല വസ്ത്രങ്ങളും അവിടെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ യാത്രയുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളതൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഡെക്കാത്ലോണിൽ നിന്നാണ് നമ്മൾ ആദ്യം വാങ്ങാൻ ശ്രമിച്ചിരുന്നത്. അവിടെയൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് സാധനം. അപ്പോൾ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെക്കാത്ലോൺ മാത്രമല്ല, നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ഷോപ്പുകളിലും കൂടെ പരിശോധിക്കുക. പറ്റുവാണെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ലാൽ ചൗക്ക് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് കാശ്മീരിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ലാൽ ചൗക്കിൽ ആദ്യം സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഈ വസ്ത്രങ്ങളാവട്ടെ, നല്ല ഷൂസാവട്ടെ, നല്ല ബാഗാവട്ടെ, എല്ലാം A to Z നിങ്ങൾക്ക് ലാൽ ചൗക്കിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങാം. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുകയും നിങ്ങളുടെ യാത്ര ഒന്നുകൂടി ആസ്വാദ്യകരമാക്കാൻ പറ്റുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് ശ്രമിച്ചു നോക്കുക. മറ്റ് ഇൻ്റർനെറ്റിലും മറ്റൊക്കെ ലാൽ ചൗക്കിലുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുക. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ, അതിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഈ യാത്രാ വിവരണത്തിനിടയിൽ നമ്മൾക്ക് അതുകൂടി പങ്കുവയ്ക്കാം. നമ്മളങ്ങനെ ലക്നൗ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ഇറങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ നമ്മൾ ലക്നൗ എയർപോർട്ടിൽ കാലുകുത്തും. നമ്മുടെ കാശ്മീർ യാത്രയുടെ ഐറ്റിനറി നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്നത് തുളിപ്പ് ഗാർഡനിലേക്കാണ്. അന്ന് തന്നെ നമ്മൾ ദാൽ തടാകവും എക്സ്പ്ലോർ ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ദിവസം പഹൽഗാമിലേക്കും 3 സോണാമാർഗിലേക്കും 4 ഗുൽമാർഗിലേക്കും പോയതിനു ശേഷം 5-ാമത്തെ ദിവസം നമ്മൾ ദൂത് പത്രി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഐറ്റിനറിയിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾക്ക് തിരിച്ചു പോരുകയും വേണം. ഇതാണ് നമ്മളുടെ ഐറ്റിനറി. അപ്പോൾ നമ്മൾ പോയി നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ നിങ്ങൾക്ക് ഗണ്ടോള റൈഡ് ഉണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് റോപ്പ് വേയിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യൂ നിൽക്കാതെ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ കയറി നിങ്ങൾ റോപ്പ് വേയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മലയുടെ അടിവാരത്ത് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മലകൾ മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ്. അവിടെ നിങ്ങൾക്ക് വളരെ രസകരമായി അത് ആസ്വദിക്കാം. പലതരത്തിലുള്ള റൈഡുകളുണ്ട്. ബൈക്ക് റൈഡുകളുണ്ട്, 4 ചക്രമുള്ള ബൈക്ക് റൈഡുകളുണ്ട്. ആളുകൾ വലിച്ചു പോകുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള വിനോദ സഞ്ചാരങ്ങളും അതുപോലെ തന്നെ ഏർപ്പാടുകളും ഉണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഗുൽമാർഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ്മീരിൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് നമ്മൾ എത്തിപ്പെടുകയും അവിടെ ആസ്വദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഈ സോണാമാർഗ് ഈ മലയുടെ വേറൊരു മലയുടെ ചെറിയ അടിവാരത്തിൽ നമ്മളെ കൊണ്ടുപോയി നിർത്തുകയാണ്. അവിടെ നിങ്ങൾക്ക് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിലോ പോയി വരാം, അല്ലെങ്കിൽ ആസ്വദിക്കാമെന്നുള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗുൽമാർഗിനോട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് അതൊക്കെ തുച്ഛമായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പം പ്രധാനപ്പെട്ട കാഴ്ചയായിട്ട് ഗുൽമാർഗിനെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ശ്രീനഗർ സിറ്റിയിൽ നല്ല ഒരു ഹോട്ടൽ എടുത്തതിന് ശേഷം അവിടെയുള്ള തുളിപ്പ് ഗാർഡനും ദാൽ തടാകവും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കാശ്മീർ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെയുള്ള പഹൽഗാമിൽ കിടക്കുന്ന കുറച്ച് താഴ്വരകളാണ്. അവിടെ തന്നെ വ്യത്യസ്ത താഴ്വരകളുണ്ട്. നമ്മൾ പോയിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടേറിയ താഴ്വരകളായിരുന്നു, നമുക്ക് അറിയുമായിരുന്നില്ല. അവിടെ നമ്മൾ പോണി റൈഡിൽ തിരഞ്ഞെടുത്തു. അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാശ്മീരിൽ നമുക്ക് കാണാനിരിക്കുന്നത് എന്ന് ഞാൻ ഈ യാത്രയുടെ ഇടയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്ക് ആ കാഴ്ച വരുമ്പോൾ കാണാം. വളരെ മനോഹരമാണ് കാശ്മീർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാകാം, ധാരാളം വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് മലയാളികൾ തന്നെ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു ഭാഷയിൽ ഓവർ ക്രൗഡഡ് ആണ് എന്ന് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളുടെ യാത്ര. എന്തായാലും നമ്മളിങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലക്നൗ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ നമ്മൾ ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾക്ക് എടുക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ യാത്രയുടെ ആദ്യ ഭാഗം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 10:30 നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് വരുന്നത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ അതുവരെയുള്ള സമയമുണ്ട്. നമുക്കതിനിടയിലൊന്ന് ഭക്ഷണം കഴിക്കണം, ഒന്ന് വിശ്രമിക്കണം. അപ്പോൾ യാത്രയുടെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.